സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നല്ല സന്തോഷകരമായ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം വളരെയധികം വിഷമത്തോടു കൂടിയും ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സമീപ സമയങ്ങളിലൊക്കെ നമ്മൾ ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾക്കിടയിലും നമുക്കേറെ സന്തോഷം തരുന്ന എനിക്കറിയാം ഇത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കാണാനായിട്ട് നിങ്ങളെല്ലാവരും കൊതിച്ചിരുന്നതാണ്. ഇത് സത്യമാവണേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാണുന്ന നിങ്ങളും പ്രാർത്ഥിക്കാൻ പോകുന്നത് അത് തന്നെയായിരിക്കും. നമുക്കറിയാം മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു ഇതിഹാസത്തിന്റെ ആ ഒരു ചിത്രം, അതായത് ഭ്രമയുഗം എന്ന് പറയുന്ന മമ്മൂക്ക അഴിഞ്ഞാടിയ മമ്മൂക്കയുടെ പ്രായത്തിനെ പോലും മമ്മൂക്ക വില വെക്കാതെ ഒരു ചാത്തനായിട്ടും ഒരേ സമയത്ത് തന്നെ പോറ്റിയായിട്ടും ഒക്കെ നല്ല ദൈവികത നിറഞ്ഞ കഥാപാത്രമായിട്ടൊക്കെ നമ്മുടെ മുൻപിലേക്ക് എത്തിയൊരു സിനിമയാണ് ഈ ഭ്രമയുഗം. ആ ഭ്രമയുഗം സിനിമ ഓസ്കാർ അക്കാദമിയിലേക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻവൈറ്റേഷൻ കിട്ടി ആ സിനിമ ഓസ്കാർ അക്കാദമിയിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത്. നമുക്കറിയാം ഓരോ സിനിമയുടെയും അണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ സംവിധായകന്മാർ അല്ലെങ്കിൽ തിരക്കഥാകൃത്ത് ആ സിനിമ അത് ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി അങ്ങോട്ട് കൊണ്ടുവന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഓസ്കാർ അക്കാദമിയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി അവർ തന്നെ തിരഞ്ഞെടുത്ത, അതായത് ഓസ്കാർ അക്കാദമി തന്നെ തിരഞ്ഞെടുത്ത ഒരു ചിത്രമാണ് ഭ്രമയുഗം. അങ്ങനെ ഓസ്കാർ അക്കാദമിയിലേക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ ആ സിനിമ ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കാൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എത്തുമ്പോൾ ആ സിനിമയുടെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ വിരോധമുള്ള ഒരു കൂട്ടം ആളുകളുടെ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ അവരുടെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പല കമന്റ് ബോക്സുകളിലും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരെല്ലാവരും പറയുന്ന, അല്ല അവരെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോഹൻലാലിന് കിട്ടിയിരിക്കുന്ന അത്രയും അവാർഡുകൾ മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ശരി, മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, മോഹൻലാലിന് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയായിട്ടുള്ള ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടി. മമ്മൂട്ടിക്ക് എന്ത് കിട്ടി? മമ്മൂട്ടിക്ക് ഒന്ന് രണ്ട് അവാർഡ് കിട്ടിയതല്ലാതെ മമ്മൂട്ടിക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? മമ്മൂട്ടിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, മമ്മൂട്ടിക്ക് പാട്ട് പാടാൻ അറിയില്ല, മമ്മൂട്ടിക്ക് ഈ പറയുന്ന കലാപരമായിട്ടുള്ള വേറൊരു കഴിവില്ല, ആകെ അറിയാതെ അഭിനയിക്കാൻ മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സംഘികളുമുണ്ട്, ഏട്ടൻ ഫക്തൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് മണ്ടന്മാരുമുണ്ട്. ഞാൻ ഇവന്മാരെ എപ്പോഴും മണ്ടന്മാരെന്നേ വിളിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരനെ, അല്ല മമ്മൂട്ടി യുഗം എന്നേക്കുമായിട്ട് അവസാനിക്കണം, ഇനി ഒരിക്കലും മമ്മൂട്ടി യുഗം ഉണ്ടാകാൻ പാടില്ല, മമ്മൂട്ടി തിരിച്ചു വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെല്ലാം ഓരോ വൃത്തികെട്ട രീതിയിൽ പരാമർശിച്ചുകൊണ്ട് ഈ രംഗത്തേക്ക് വരുന്ന, അതായത് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന ഇത്തിൽ കണ്ണികളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്കാണ് ഒരു വാർത്ത ഞാൻ കണ്ടത്. അത് ആൻസ് വേൾഡ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിൽ മമ്മൂക്കയുടെ പടം ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വർഷം തോറും പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികളിൽ ഒന്നായ പത്മ പുരസ്കാരങ്ങളുടെ ഈ വർഷത്തെ ലിസ്റ്റിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ പേരും പരിഗണനയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം രാജ്യം 1998 മമ്മൂട്ടിക്ക് നൽകി ആദരിച്ചിരുന്നു. ഇക്കുറി പത്മഭൂഷണമോ മമ്മൂട്ടിക്ക് നൽകിയേക്കുമെന്നാണ് വിവരം. ദുബായിൽ നിന്ന് കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയ മമ്മൂട്ടി പോയ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഏറ്റുവാങ്ങാൻ അടുത്ത ഞായറാഴ്ച തലസ്ഥാനത്തെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പം ഞാൻ ആ ഒരു പോസ്റ്റ്, നമുക്കറിയാം മമ്മൂക്കയെ പറ്റി പറയുന്നത് കേൾക്കാനായിട്ടും മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി അറിയാനായിട്ടും കേരളത്തിൽ ഒരുപാട് ജനങ്ങളാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കുന്ന ജനങ്ങൾക്കിടയിലേക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു നല്ലൊരു വാർത്ത കേൾക്കാനായിട്ട് കാത്തിരുന്നതാണെന്നുള്ളത്. അതെന്തായാലും പ്രാവർത്തികമാവട്ടെ, സത്യമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത് അർഹിക്കുന്ന, അല്ല ഏറ്റവും കൂടുതൽ ഒരു അവാർഡിന് അർഹനായിട്ടൊരു വ്യക്തി മമ്മൂക്ക തന്നെയാണ്. അതിൽ നമുക്ക് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് ആളുകൾ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റിലൊക്കെയും ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സംഘികൾക്കുള്ളൊരു താക്കീതും അല്ല സംഘികൾക്കുള്ളൊരു കൊട്ടും കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം മമ്മൂക്കയെ പറ്റിയും മമ്മൂക്കയ്ക്കെതിരെ കളിക്കുന്ന ആളുകളെ പറ്റിയും ഒക്കെയാണ് ആ കമന്റ് ബോക്സിൽ നിറയെ കാണാൻ സാധിക്കുക. ഞാൻ ആ കമന്റുകളിൽ ചിലതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. BJP ഭരിക്കുന്നിടത്തോളം ദേശീയ ബഹുമതികളൊന്നും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പത്മഭൂഷണും ഫാൽക്കോയും ഇപ്പോഴത്തെ കൂടാതെ 4 ദേശീയ അവാർഡ് വേറെയും കിട്ടിയേനെ. നിലവിലുള്ള ദേശീയ ബഹുമതികളൊക്കെ BJP വരുന്നതിന് മുന്നേ കിട്ടിയതാണ്. അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയില്ല. അദ്ദേഹത്തിന്റെ മതവും രാഷ്ട്രീയവുമാണ് പ്രശ്നം. പിന്നെ മോദി പറയുമ്പോൾ കൊറോണ സമയത്ത് പാത്രം കൊട്ടാൻ പോയില്ല, മോദിയെ പുകഴ്ത്തി ബ്ലോഗ് എഴുതിയില്ല, അത്തരം തറ പരിപാടിക്കൊന്നും മൂപ്പര് പോകില്ല. അങ്ങനെ ചെയ്ത് പലതും നേടിയവരൊക്കെ നമുക്കിടയിൽ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ കമന്റ് ഇട്ടിരിക്കുന്നത്.
ആ കമൻറ്റുകളിൽ അല്ലെ ആ കമൻറ്റ് ഇട്ടിരിക്കുന്ന കാര്യത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് കോവിഡ് ടൈമിൽ പാത്രം കൂട്ടിയ കൊറോണ ഓടിപ്പോകുമെന്ന് പറഞ്ഞ നമ്മുടെ നരേന്ദ്രമോദിജി, നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹമാണ് ആ ഒരു മണ്ടത്തരം പറഞ്ഞത്. അതിനെ പാത്രം കൊട്ടാനും അതിനെ അംഗീകരിച്ചു കൊണ്ടുമൊക്കെ നമ്മുടെ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ പോയെന്നുള്ളത് നമുക്കറിയാം. അപ്പം അങ്ങനെ ആ പോയ ആളുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളും മെച്ചപ്പെട്ട പുരസ്കാരങ്ങളും അവരുടെ ലൈഫിൽ ഇതുവരെ കിട്ടാത്ത ഒരുപാട് പരമോന്നത ബഹുമതിയൊക്കെ കൊടുക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും ചെയ്യാൻ മുന്നിലേക്ക് നിൽക്കാത്ത ആണൊരുത്തനെ എല്ലാ തരത്തിലും അവഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. നമുക്കറിയാം, മമ്മൂക്കയുടെ കഴിഞ്ഞ ദിവസത്തെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ആ ഒരു മമ്മൂക്കയെ കണ്ടു കഴിഞ്ഞാൽ 74 വയസ്സാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഒരു 40 വയസ്സുള്ളൊരു ചുള്ളൻ ചെറുക്കനായിട്ട് നമുക്ക് തോന്നുക. അതാണ് മമ്മൂക്കയുടെ ഡെഡിക്കേഷനും മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ. അപ്പോൾ ഇതിൽ വേറെ കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകളിലൊക്കെ പറയുന്നത് 25 വർഷം കൊണ്ട് പത്മഭൂഷണിന് വേണ്ടി പരിഗണിക്കുന്നു. അന്നേ കൊടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ പത്മവിഭൂഷണും കഴിഞ്ഞ് ഭാരതരത്നയ്ക്ക് പരിഗണിക്കേണ്ട സമയമായിരുന്നേനെ. അങ്ങനെയൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. ഓസ്കാറിൽ വരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രമേയം അംഗീകാരം കിട്ടുന്നുവെങ്കിൽ എത്ര മൂടി വെച്ചാലും സ്വന്തം രാജ്യത്ത് അദ്ദേഹത്തിന് നൽകേണ്ട അംഗീകാരം നൽകേണ്ടി തന്നെ വരും എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി കൊടുക്കാതിരിക്കാനാണ് ഈ വിവാദം ഉണ്ടാക്കുന്നതെന്ന് വേറെ ആൾ പറയുന്നുണ്ട്. ഒന്നും വേണ്ട, അങ്ങനെ എന്തായാലും പൊളിയാന്നൊക്കെ കുറേ പേര് കമൻറ്റ് പറയുന്നുണ്ട്. ഇക്കുറി കിട്ടും ഇലക്ഷൻ തന്ത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ചില ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ കമൻറ്റുകളിലും അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് കാണുന്നത് ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ജനങ്ങൾ കഴുതയല്ല സാറുമാരെ. അതായത് നിങ്ങൾ പറയുന്നത് ഈ ഈ മമ്മൂട്ടിയുടെ രാഷ്ട്രീയത്തിനെയാണ് നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ രാഷ്ട്രീയമാണ് നിങ്ങളുടെ പ്രശ്നം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? കമ്മ്യൂണിസമാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ്? ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ നിലപാടും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞ തീരുമാനങ്ങളുമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു മുതൽക്കൂട്ട് അല്ലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത, അങ്ങനെ ഒരു നിലപാടും ഇല്ലാത്ത, ആരെന്ത് പറഞ്ഞാലും ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും നിൽക്കുന്ന ഒരു മനുഷ്യനായിട്ട് മോഹൻലാലിനെ മാറ്റിയെടുത്തു. അതോടൊപ്പം അങ്ങനെ കുറച്ചധികം ആളുകൾ സിനിമാ രംഗത്ത് നിന്ന് മാറിയിട്ടുണ്ട്. നമുക്കറിയാം സുരേഷ് ഗോപി, ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ സുരേഷ് ഗോപി. അപ്പോൾ ഇവരെല്ലാം ഈ കൂട്ടത്തിൽ വരുന്ന ആളുകളാണ്. അപ്പം ഇവിടെ രാഷ്ട്രീയം മാത്രമല്ല പ്രശ്നം. എങ്ങനെ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കാതെ ഇരിക്കാം, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എങ്ങനെ തഴഞ്ഞിടാം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സംഘം ചേർന്ന് നടക്കുന്നതും ഒക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന കാര്യം. അത് എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു കൺസേൺ. കൊടുക്കുന്നത് എങ്ങനെയെന്നല്ല, എങ്ങനെ കൊടുക്കാതിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഗവേഷണം. അപ്പം എങ്ങനെയെങ്കിലും മമ്മൂട്ടി എന്ന് പറയുന്നൊരു മനുഷ്യനെ അങ്ങ് ഇല്ലായ്മ ചെയ്യണം എന്നുള്ള ചിന്താഗതിയാണ്. ആ ചിന്താഗതി അധികം നാളൊന്നും വില പോവില്ല മക്കളെ. മമ്മൂട്ടിക്ക് ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നില്ലേ, അതായത് അവാർഡുകൾ എത്ര നാൾ കൊടുക്കാതെ നിങ്ങൾ മൂടി വെച്ചാലും 1998 മമ്മൂക്കയ്ക്ക് ഈ പറയുന്ന പത്മശ്രീ അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് മമ്മൂക്കയ്ക്ക് കിട്ടേണ്ട അവാർഡുകൾ പലതും തഴഞ്ഞു വെച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡുകൾ മാത്രമാണ് മമ്മൂക്കയ്ക്ക് കിട്ടുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒന്നും കിട്ടുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ്? മമ്മൂക്കയുടെ രാഷ്ട്രീയത്തിനോട് വിരോധമുള്ളത് കൊണ്ടാണ്. എന്തൊരു നാറിയ പരിപാടിയൊക്കെയാണല്ലേ. ഒരാളുടെ രാഷ്ട്രീയം അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അല്ല അയാളുടെ നിലപാടുകളൊക്കെ അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനിടയിലേക്ക് പാർട്ടി എന്ന് പറയുന്നൊരു സാധനത്തിനെ കൂടി കലർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ടി എന്ന് പറയുന്നൊരു സാധനത്തിനെ കയറ്റി വെച്ചുകൊണ്ട് അയാൾക്ക് കിട്ടേണ്ട എല്ലാ ബഹുമതികളും അല്ലെ അയാൾക്ക് കിട്ടേണ്ട എല്ലാ ഒരു പുരസ്കാരങ്ങളും തഴഞ്ഞു വെക്കുക എന്ന് പറയുന്നതിൽ പരം വേറെ ഒരു വൃത്തികെട്ട പരിപാടിയുമില്ല. ഇങ്ങനത്തെ വൃത്തികെട്ട കളികൾ കളിക്കാൻ ചാണക സംഖ്യകൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഇവന്മാർ കഴിഞ്ഞുള്ള അതിന് വേറെ ആരും. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ജനമനസ്സുകളിൽ മമ്മൂക്കയ്ക്കുള്ളൊരു സ്ഥാനം അത് ലാലേട്ടനേക്കാളിലും മറ്റേത് നടന്മാരെക്കാളിലും ഒക്കെ 100 ഇരട്ടി മുകളിലാണെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. നെഞ്ചിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും. അത് തന്നെയാണ് സത്യവും. മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യനെ അടുത്തെറിഞ്ഞിട്ടുള്ള, മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ ഹൃദയത്തിൽ എത്രത്തോളം മനുഷ്യത്വം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങൾ അന്നും ഇന്നും എന്നും മമ്മൂക്കയെ സ്നേഹിക്കും. അത് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ചാക്ക് കെട്ട് കണക്കിന് ഈ അവാർഡുകളുടെ ആ ഒരു അടിസ്ഥാനത്തിലല്ല, മമ്മൂട്ടിയുടെ പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ബഹുമതികളുടെ അടിസ്ഥാനത്തിലല്ല, ഒന്നിലുമല്ല. മറിച്ച് മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലും മമ്മൂട്ടിയുടെ ഉള്ളില് അല്ലെ മമ്മൂക്കയുടെ ഉള്ളില് ഒരു നല്ല മനുഷ്യസ്നേഹി ഉറങ്ങിക്കിടക്കുന്നുണ്ട്, അല്ലെ നല്ലൊരു മനുഷ്യസ്നേഹി ഉണ്ടെന്ന് മനസ്സിലായതിൻ്റെ പേരിലുമൊക്കെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ, ഞാനടക്കമുള്ള ജനങ്ങൾ മമ്മൂക്കയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്. അതിന് ഒരു പൊടി പോലും അല്ലെ ഒരു തരി പോലും ഒരു കുറവും ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാവാനും പോകുന്നില്ല. ഈ 74 വയസ്സിലും അദ്ദേഹം കാണിച്ചു വെക്കുന്ന അസാമാന്യമായിട്ടുള്ളൊരു കഴിവ് അല്ലെ പ്രകടനം, ഇതൊന്നും നിങ്ങൾ ഈ പറയുന്ന ലാലേട്ടനെ കൊണ്ടോ അല്ലെ ഒരാളെ കൊണ്ടോ നടക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ വാരി കളിക്കല്ലേ മക്കളെ. മമ്മൂക്കയ്ക്ക് കിട്ടാനുള്ളത് മമ്മൂക്കയെ തേടിയെത്തും. മമ്മൂക്ക അങ്ങോട്ട് പോകണമെന്നില്ല. മമ്മൂക്കയ്ക്ക് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മമ്മൂക്ക എന്ത് കിട്ടിയാലും അത് കിട്ടുന്നത് കൊണ്ട് ഓക്കെ. മമ്മൂക്ക അതിന് പരാതിപ്പെടാനോ അതിനെപ്പറ്റി വിരോധം പറയാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പരാമർശിക്കാനോ ഒന്നും എങ്ങും എത്തിയിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്? ഒരിക്കലുമില്ല.
കിട്ടുന്നത് കിട്ടുക, കിട്ടാത്തത് പോട്ടെ എന്നാണ് മമ്മൂക്കയുടെ ഭാഷ്യം. കളങ്കാവൽ അവാർഡ് കിട്ടിയപ്പോൾ മമ്മൂക്ക എടുത്ത അവതാരക അല്ലെങ്കിൽ ഈ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട്, മമ്മൂക്ക മറ്റുള്ളവർക്ക് അവാർഡ് കിട്ടിയില്ല, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ചോദിക്കുമ്പോൾ, കിട്ടാത്തവർക്ക് അടുത്ത തവണ കിട്ടും, കിട്ടേണ്ടവർക്ക് ഇത്തവണ കിട്ടും എന്നുള്ള രീതിയിലാണ് മമ്മൂക്ക പറയുന്നത്. അതായത് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത തവണ കിട്ടും, നമ്മളെ തേടി തന്നെ വരും. നമ്മളൊരു കഴിവ് അല്ലെ നമ്മൾ അത്രയും എഫോർട്ട് അതിനുവേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സക്സസ് അല്ല അതിൻ്റെ ഒരു റിസൾട്ട് നമ്മളെ തേടി വന്നിരിക്കും എന്നുള്ളൊരു ബോധ്യം ആ മനുഷ്യനുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ എപ്പോഴും ഒരു മാതൃകയാക്കണം എല്ലാ കാര്യത്തിലും, റിയൽ ലൈഫിലാണെങ്കിലും നമ്മുടെ മറ്റുള്ള ജോലിയുടെ കാര്യങ്ങളിലാണെങ്കിലും ഇനി സിനിമയിലൊക്കെ കിട്ടുവാണെങ്കിൽ സിനിമയിലാണെങ്കിലും. ഇങ്ങനെ ഒരു മനുഷ്യൻ മമ്മൂക്ക നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.